അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അച്ചു പോലീസുകാരോട് പറയേണ്ട അവരെ പിടിച്ച് ലോക്കപ്പിലേക്ക് ഇടുക എന്ന് പറയുമ്പോൾ ചന്ദ്ര ലോക്കപ്പിലിടാൻ സമ്മതിക്കാതെ അവിടെ നിൽക്കുകയാണ് കേട്ടോ. എന്നെ ഒന്നും തൊട്ടു പോകരുത് എന്ന് പറയണം. അതേസമയം അർച്ചനയും മൂന്തനും കൂടി പോയി പറയുന്നുണ്ട്, നീ ഇത് ദൈവമായിട്ട് നിനക്ക് തന്ന ശിക്ഷയാണ്. കാരണം എന്താണെന്നറിയോ, നീ അത്രയ്ക്ക് ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ദൈവമായിട്ട് തന്നതല്ലടി, നീയും നിൻ്റെ അനിയന്മാരും കൂടിയിട്ട് ചെയ്തതാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് അർച്ചനയോട് ചൂടാവുകയാണ് ചന്ദ്ര കേട്ടോ. അതേസമയം ASP മാഡം അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് ചോദിക്കുകയാണ്, ആ ഫൈനാൻസിലെ കമ്പനിയിലെ പ്രതിയെ കിട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. ആ കിട്ടി മാഡം, ഭയങ്കര മുടയാണ് എന്ന് പറയും. എന്താ മുട? അവളുടെ മുട ഞാൻ കാണിച്ചു തരാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ASP മാഡം പോകുമ്പോൾ ചന്ദ്ര അങ്ങനെ ഭയങ്കര ദേഷ്യത്തോട് അച്ഛനോട് പറയുകയാണ്, നീ വലിയ ഇതൊന്നും പറയണ്ട, നിൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും, ഞാനേ നല്ലൊരു ക്രിമിനൽ വക്കീലിൻ്റെ ഭാര്യയാണ് എന്നിങ്ങനെ പറയും കേട്ടോ. നീ എന്ത് ഭാര്യയാണ് എന്താണെന്ന് ചോദിച്ചിട്ട് ASP മാഡം അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രയെ ഒന്ന് പൊട്ടിക്കുകയാണ് കേട്ടോ. ചന്ദ്രയെ ഒന്ന് പൊട്ടിക്കുമ്പോൾ പറയും, എന്നെ തൊട്ടുപോരുത്, എൻ്റെ ദേഹത്ത് തുടരുത് എന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ASP മാഡം പറയണം, നീ ആ വീട്ടിൽ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ റൂമിൽ കയറി ഒളിച്ചിരുന്നു, നീ എന്താ പോലീസുകാരെ പുല്ല് വിലയാണോ കണക്കാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ട് വീണ്ടും ഒന്ന് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് കൊടുത്തിട്ട് ലോക്കപ്പിലേക്ക് പിടിച്ചിടാൻ പറയുകയാണ് കേട്ടോ. ചന്ദ്ര ആകെ നാണം കെട്ട് പോവുകയാണ് കേട്ടോ. അർച്ചനയും മൂന്നനും അവിടെ ഉണ്ടല്ലോ. അതിനുശേഷം ASP മാഡം വേണ്ട കാര്യങ്ങളൊക്കെ നീ ചെയ്യണം എന്ന് പറഞ്ഞ് അച്ഛനോട് പോവുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര കിടന്ന് നിലവിളിക്കുകയാണ് കേട്ടോ. അർച്ചനയും മൂന്തനും അങ്ങോട്ട് പോയിട്ട് പറയുകയാണ്, ഏതായാലും ഒരു ദിവസം കൂടി നീ ഇവിടെ കിടക്ക്, ഇനി എന്തായാലും നിൻ്റെ ഭർത്താവ് ജാമ്യത്തിന് വന്നാലും ഒരു കാര്യമില്ല, 4 ദിവസം കോടതി എഴുതാണ്, അതുകൊണ്ട് ഇവിടെ കിടക്ക്, നല്ല സുഖം ഉണ്ടാകും എന്നല്ല മൂന്തൻ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഞാനൊരു ദിവസമേ കിടന്നെങ്കിലും കൂടിയിട്ട് നല്ല സുഖമാണ് എന്നിങ്ങനെ പറയുമ്പോൾ നീ മിണ്ടാതിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ അർച്ചനയോടും മൂന്തനോടും അങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ. അതേസമയം അച്ഛനെയും പറയുന്നുണ്ട്, നിൻ്റെ പോലീസ് തൊപ്പി അധികകാലം ഉണ്ടാവില്ല, നിൻ്റെ പോലീസ് തൊപ്പി ഞാൻ കളഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ ശരിയാണ്, നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യേ എന്ന് അച്ഛനും പറയുന്നുണ്ട്. അതേസമയം JKയുടെ അമ്മ JKയോട് ചോദിക്കേണ്ട, അർച്ചന ഒരു സഹായം ചോദിച്ചു വന്നപ്പോൾ നീ പോയി ചെയ്യാതിരുന്നത് ഭയങ്കര മോശമായി, നമ്മൾ അയൽവക്കത്തുള്ളവരല്ലേ, എന്തായാലും ചെയ്യണമായിരുന്നു എന്നിങ്ങനെ പറയുമ്പോൾ JK പറയുന്നുണ്ട്, അർച്ചന എന്നോട് അതിനൊന്നും പറഞ്ഞില്ലല്ലോ, നമ്മുടെ മരുമോൾ അല്ലെങ്കിലേ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കണോ, ഇനിയിപ്പോൾ ഇതും കൂടി വേണോ, ഏതായാലും ശരി, അർച്ചന എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോയി സഹായിക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്, സഹായിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ. അതിനുശേഷം വിജയശങ്കർ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. വിജയശങ്കറിനെ കണ്ടതും ചന്ദ്ര ചോദിക്കും, ഓ നിങ്ങളിപ്പോഴാണോ വന്നത്, നിങ്ങളെന്താ പിന്നെ ജാമ്യം കിട്ടിയോ, എനിക്ക് എന്ന് ജാമ്യം കിട്ടുമോ എന്നെല്ലാം ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ചന്ദ്ര നീയൊന്ന് അടങ്ങ്, നിങ്ങൾക്ക് എന്നെ അവിടെ നിന്ന് കൊണ്ടുവരുമ്പോൾ ഭയങ്കര ഉത്സാഹം ഉണ്ടായിരുന്നല്ലോ, ഇപ്പം എന്താ നിങ്ങളുടെ ഉത്സാഹം കെട്ടുപോയോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. ചന്ദ്രയ്ക്ക് വിജയശങ്കറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ദേഷ്യം വരികയാണ് കേട്ടോ. എന്നെ ആ ASP മാഡം ഇതിനകത്ത് ഇട്ടിട്ട് അടിച്ചു, അതും അമ്പാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ടാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. നിന്നെ അടിച്ചോ ചോദിക്കുക, അതെ എന്നെ അടിച്ചു, ഞാനാകെ നാണം കെട്ട് നാറിപ്പോയി എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ വിജയശങ്കർ പറയും, നീ ഒന്ന് അടങ്ങ്, ഞാൻ ജാമ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറയും. അവനോട് സംസാരിക്കേണ്ട ആവശ്യം എന്താണ്, അവനോട് കാലൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഇങ്ങനെ പറയുകയാണ് ചന്ദ്ര കേട്ടോ. അതേസമയം ഭയങ്കര അഹങ്കാരത്തോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഏതായാലും ശരി, നീ ഒന്ന് അടങ്ങ്, ഞാൻ എന്തായാലും ഇന്ന് നിന്നെ ജാമ്യത്തിൽ ഇറക്കിയിരിക്കും എന്നിങ്ങനെ പറയുന്നു. ഇന്നില്ല എന്നെ ജാമ്യത്തിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അത്രയ്ക്ക് ഞാൻ നാണം കെട്ടുപോയി എന്ന് ചന്ദ്ര ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ഞാൻ എന്തായാലും ശരി അച്ഛനൊന്ന് പോയി കാണട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം വിജയശങ്കർ അച്ഛനെ പോയി കാണുകയാണ് കേട്ടോ. അച്ഛനെ പോയി കാണുമ്പോൾ അച്ചു ആണെങ്കിൽ കൂസണേ ഇല്ല കേട്ടോ. ഇന്ന് ഒരു കാരണവശാലും ജാമ്യം തരാൻ പറ്റില്ല എന്നിങ്ങനെ പറയണേ. ഏതായാലും 4 ദിവസം കോടതി അവധിയാണല്ലോ, അതുവരെ എൻ്റെ ഭാര്യ ഇവിടെ കിടത്താനാണോ തീരുമാനം ചോദിക്കുകയാണ്. അതെ, അതിനെന്താ ഒരു കുഴപ്പമില്ല എന്ന് പറയണം. നീ ഒരുപാട് കളിക്കേണ്ട അച്ചു, നിനക്ക് എന്നെക്കുറിച്ച് ശരിക്കും അറിയില്ല പറയും, ഞാൻ നിങ്ങളെക്കുറിച്ച് ശരിക്കും അറിയാം പറയും, നിൻ്റെ തൊപ്പി ഉണ്ടാവില്ല എന്ന് പറയും, നിങ്ങളെൻ്റെ തൊപ്പിയല്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയണം കേട്ടോ. അതേസമയം വിജയശങ്കർ പറയുന്നുണ്ട്, ഞാൻ രുക്കുവിൻ്റെ അടുത്ത് കുറച്ച് പൈസ കൊടുത്തയക്കാം, നീ അതാണോ നിങ്ങളുടെ പരിപാടി, പഴയ പോലീസ് ഓഫീസർ ദിലീപിനെ എങ്ങനെയാണ് നിങ്ങൾ ചെയ്തത്, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അയാൾ കൈക്കൂലി വാങ്ങി ചെയ്യുമായിരുന്നു, എന്നിട്ട് അയാൾക്ക് എന്തായി, അതുപോലെ നിങ്ങൾ എന്നെ കണക്കാക്കണ്ട, ഞാൻ അത്രക്കാരനുമല്ല, ഏതായാലും ജാമ്യം കിട്ടില്ല എന്ന് പറയും. അത് കേൾക്കുമ്പോൾ വിജയശങ്കറിന് ഒരുപാട് ദേഷ്യം വരികയാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും ജാമ്യം എടുക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കട്ടെ എന്ന് പറയണം. ആ ശരി, നിങ്ങൾ നോക്കി നിന്ന് പറയണം, നീ ഒരിക്കലും നിൻ്റെ ഇതിൽ ജാമ്യം തരില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ തരില്ല, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം വിജയശങ്കർ പറയുകയാണ്, ശരി ഞാൻ എന്തായാലും എമർജൻസി കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പ് പോയിട്ട് നമുക്ക് ജാമ്യം എടുക്കാമല്ലോ, ഞാൻ അതിന് വേണ്ടതുപോലെ ചെയ്യാൻ പറയാം. ശരി, നിങ്ങളതിന് വേണ്ടതുപോലെ ചെയ്യും, ഞാനാണെങ്കിൽ ആ ജാമ്യം നിഷേധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള
ഫയലും ഞാൻ കൊടുക്കാം എന്നിങ്ങനെ പറയണം കേട്ടോ. വിജയശങ്കർ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് പോവുകയാണ്. ഞാൻ നിന്നെ ശരിയാക്കി തരാം, നിന്നെ എന്തായാലും ശരി, 4 ദിവസം കൊണ്ട് നിന്നെ ഞാൻ തുപ്പി തെറിപ്പിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ട് വിജയശങ്കർ ദേഷ്യത്തോട് പോവുകയാണ് കേട്ടോ. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കൊണ്ടുവരികയാണ്, ചന്ദ്രയെയും കൊണ്ടുവരികയാണ്. പോലീസുകാരും എല്ലാവരും കൂടി ചന്ദ്രയെ കൊണ്ടുവരും. വിജയശങ്കറും അവിടെ വരും കേട്ടോ. അവിടെ എത്തിയതും വിജയശങ്കറിനോട് ചന്ദ്ര ചോദിക്കും, വിജയേട്ടാ ഇന്നെനിക്ക് ജാമ്യം കിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ കിട്ടും എന്നിങ്ങനെ പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു തന്ന പോലെ തന്നെ നീ കോടതി പറഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ അച്ചു പറയും, ഇവിടെ നിന്ന് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, അതെല്ലാം കോടതിൻ്റെ മുൻപിൽ സംസാരിക്കാൻ പറ്റില്ല, അതുവരയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. വിജയശങ്കർ അങ്ങനെ ദേഷ്യത്തോട് കൂടിയിട്ട് അച്ചുവിനിങ്ങനെ നോക്കുകയാണ്. ചന്ദ്രയൊക്കെ അച്ചുവിനങ്ങനെ കടിച്ചു കീറാൻ പാകത്തിൽ നിൽക്കുകയാണ് കേട്ടോ.